ഇത് നീലൂട്ടൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണേ. ഞങ്ങൾ 3 പേരും കൂടി ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ടുള്ള ബാബ്ലി റിയാസിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവർ തന്നെ പ്ലാൻ ചെയ്തിട്ടൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അതൊന്ന് അവിടെ എത്തിക്കണം. പിന്നെ താജ്മഹലൊക്കെ ഒന്ന് കാണണം, ചെറുതായിട്ട് ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഒക്കെ നീലൂട്ടൻ്റെ മൂഡ് പോലെ. അങ്ങനെ ഇതാ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്തു. നീലൂട്ടിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നി. കാരണം ഇങ്ങനൊരു സെറ്റപ്പിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. ചുറ്റും ആൾക്കാരെ കാണുന്നുണ്ട്, പുറത്തേക്ക് നോക്കുമ്പോൾ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആൾ ഉറങ്ങുന്നു, പിന്നെ എണീക്കും, കുറച്ച് നേരം കളിക്കും. പിന്നെ മടിയിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾക്ക് കറക്റ്റ് ഒരു സീറ്റ് കിട്ടി. അപ്പോൾ ആ സീറ്റിലിരുന്ന സന്തോഷമാണ് നിങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ അച്ഛനൊക്കെ ആയിട്ട് കളിച്ച് അപ്പോഴേക്കും ഇതാ നമ്മൾ ഡൽഹിയിലെത്തി. നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്, പക്ഷേ നമ്മൾ ഫ്ലാറ്റിലെത്താൻ നല്ല ലേറ്റായി. കാരണം നമ്മൾ ഊബറിനൊക്കെ വേണ്ടിയിട്ടൊരു 1 ഹവറിന് മുകളിൽ ലേറ്റായി. ഫൈനലി ഊബർ കിട്ടിയ സന്തോഷമാണ് നിങ്ങൾ നീലൂട്ടൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ബാബ്ലീൻ്റെയും റിയാസിൻ്റെയും ഫ്ലാറ്റിലെത്തി, ഗിഫ്റ്റൊക്കെ കൊടുത്തു, വേഗം കിടന്നു. കാരണം പിറ്റേ ദിവസമാണല്ലോ നമ്മൾ താജ്മഹലിൽ പോകുന്നത്. അപ്പോൾ അതാ നമ്മളിതാ ആഗ്രയിലെത്തി. നീലൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ലൈറ്റ്സ് കാണുന്നതും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് എന്നാൽ ട്രിപ്പ് പോകാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ അതാ നമ്മൾ ബാബ്ലി മമ്മയായിട്ട് ചില്ല് ചെയ്യാണ്. എല്ലാ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ നമ്മൾ താജ്മഹൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നീലൂട്ടൻ രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. ഇതാണ് നമ്മുടെ ബാബ്ലിയും റിയാസും. അവരുടെ അടുത്തൊക്കെ ആണെങ്കിലും അവൻ നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലിയാണ് അവൻ. പിന്നെ നമ്മളിതാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നീലൂട്ടൻ അവിടുത്തെ എല്ലാ വ്യൂസും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ വൃന്ദാവനിൽ പോകാനൊരു പ്ലാനുണ്ട്. വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ്. അവിടെ ഒരുപാട് മന്ദിറുകളുണ്ട്. ഓരോ മന്ദിറിനും ഓരോ ഐതിഹ്യങ്ങളാണെന്നാണ്. പക്ഷെ നമ്മൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല, കാരണം 8 മണി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റും പിന്നെ അവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറേ ധാവണികൾ, പിന്നെ ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ല രസമാണ്, നല്ലൊരു വൈബാണ് ആ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ. ഇങ്ങനെ നമ്മൾ കുറച്ച് നടന്നു. നീലൂട്ടൻ വരെ എല്ലാം എൻജോയ് ചെയ്തതാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് സരോജിനിയും ജുമാ മസ്ജിദും ഒക്കെ ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ സരോജിനിയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിലെ ഫുഡ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലായിടത്തും എവിടെ നോക്കിയാലും വെറൈറ്റി ഓഫ് ഫുഡുകളാണ് അവിടെ ഉള്ളത്. നമുക്ക് പറ്റുന്ന പോലെ നമ്മളെല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പം ഡൽഹി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ബൈ ബൈ.